അസ്സലാമു അലൈക്കും, നമസ്കാരം. സർവത്വത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേയായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ എല്ലാവരും മെസ്സേജ് ചോദിക്കാൻ തുടങ്ങി, എന്താണ് വീഡിയോസൊന്നും കാണാറില്ലല്ലോ, പുതിയ വീഡിയോസൊന്നും ഇല്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ മടി തന്നെയാണ്, വേറെ റീസണൊന്നുമില്ല, മടിയായി ഇരുന്നിരുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ മെസ്സേജൊക്കെ ഇപ്പോൾ ഒരു ഊർജ്ജം കിട്ടി വീണ്ടും ചെയ്യണമെന്ന്. അപ്പോൾ വീണ്ടും നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു മധുരം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു പഴയ പലഹാരമാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്കൊക്കെയാണ് അറിയാത്തത്, എന്നാലും ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. അച്ചപ്പാണ്. മുൻ കാലങ്ങളിലൊക്കെ വിരുന്ന് വന്നാലൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതായിരുന്നു. ഇപ്പോഴൊക്കെ മാറി, കട്ട്ലറ്റും സമൂസ അങ്ങനെയുള്ളതൊക്കെ ആയി. പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ തന്നെ ആയിരുന്നു വീടുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ആദ്യം അരിപ്പൊടിയാണത്. നമ്മളെ പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, ഇത് അരി അരച്ചിട്ട് ഉണ്ടാക്കൂട്ടാ, ഞാൻ പൊടി വെച്ചാൽ ചെയ്യണത്. ഇത് പത്തിരിപ്പൊടിയാണ്. പത്തിരിപ്പൊടി ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 3/4 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാര ആവശ്യമനുസരിച്ച് ഇടുക. പിന്നെ ഇത് അരയ്ക്കാൻ തേങ്ങാപ്പാലാണ്, കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്, അതാണ് ആവശ്യമുള്ളത്. പിന്നെ ഒരു മുട്ട ചേർക്കുന്നുണ്ട്. പിന്നെ ഏലക്കായുടെ പൊടി അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഞാനൊരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമുക്ക് പൊരിക്കാം. അപ്പോൾ ഞാനിതൊക്കെ അരച്ചിട്ട് കാണിക്കാം കേട്ടോ. മാവൊക്കെ കേട്ടോ നമുക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. ഇറക്കിയല്ല, ഞങ്ങളൊന്ന് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഫുള്ളൊന്ന് മിക്സ് ആക്കിയതാണ് നേരത്തത്. അപ്പോൾ അതിൽ നേരത്തെ ഒന്ന് പറയാൻ മറന്നു, ഇതിൽ കരിഞ്ജീരകം സ്വല്പം ചേർക്കണം കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് കൂട്ടിയതിന് ശേഷം ലാസ്റ്റാണ് ഇടുക. അധികമൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണ് കരിഞ്ജീരകം ഇടുക. കരിഞ്ജീരകം ഇട്ട് ഇപ്പോൾ ഈ ഒരു ദോശമാവിൻ്റെ ആ ഒരു ലെവലാണത് കേട്ടോ. അപ്പോൾ അതാ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ അച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുക്കിയിട്ട് പൊരിച്ച് തുടങ്ങാം. ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് ഇതിലൊന്ന് ചൂടാവണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഹാഫ് മുക്കണം. അപ്പോൾ അതുമാതിരി അതിൽ ഹാഫ് മുക്കത് മുക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ഹാഫ് മുക്കി ഇനി നമുക്ക് ഇതിൽ വയ്ക്കാം. തീ ഒരു മീഡിയം തീയില വയ്ക്കാൻ പാടുള്ളൂ. ഇതിലിങ്ങനെ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുടഞ്ഞാൽ ഇങ്ങോട്ട് പോരണം. ആദ്യം 1-2 എണ്ണമൊക്കെ ഒരു ചെറിയത് ഉണ്ടായിരിക്കും, പിന്നെ ലെവലായിരിക്കും. ശരിക്കും വന്ന് ഇനി ഇതൊന്ന് സ്വല്പം കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിടാം. ഇനിയിപ്പോൾ ഇതായിട്ടുണ്ട് ഒരു ഭാഗം, നമുക്കിത് മറിച്ചിടാം. മറിച്ചിട്ട് ഇതുപോലെ എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അച്ചപ്പം റെഡി ആയിട്ടുണ്ട്. അടിപൊളി അച്ചപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ അച്ചപ്പാണ്. നല്ല മുരിഞ്ഞ് നല്ല രസമായിട്ടുണ്ട്. ഞാൻ നമുക്ക് കണ്ട പൊട്ടിക്കുമ്പോഴുള്ള സൗണ്ട് കേട്ടില്ലേ, അങ്ങനെ നമുക്ക് കഴിച്ചു നോക്കുന്നുണ്ട്. എല്ലാ മുട്ടയുടെയും തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ആ ടേസ്റ്റൊക്കെ ശരിക്കും വരുന്നുണ്ട്. മധുരമൊക്കെ നല്ല പെർഫെക്റ്റാണ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.